ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു യുവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് മോണ്ടി കാർലോ സിമുലേഷൻ. നമ്മളിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോ ചെയ്യുന്നത് പ്രധാനമായിട്ടും നമ്മുടെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ റിസ്ക് എത്രത്തോളം ഉണ്ടെന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 പ്രധാനപ്പെട്ട ടെക്നിക്കുകളാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ ആദ്യത്തെ പോയിന്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെയാണ് സെൻസിറ്റിവിറ്റി അനാലിസിസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് സിനാരിയോ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് മൂന്നാമത്തെയാണ് മോണ്ടി കാർലോ സിമുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റൻ ആണ്. 3 മാർക്സിൻ്റെ ക്വസ്റ്റൻ ആയിരിക്കും. വാട്ട് ഇസ് മോണ്ടി കാർലോ സിമുലേഷൻ? അത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടത് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ്. മോണ്ടി കാർലോ സിമുലേഷൻ ഈസ് എ റിസ്ക് അനാലിസിസ് ടെക്നിക്ക്. നമുക്കറിയാലോ, റിസ്ക് അനലൈസ് ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണിത്. യൂസ്ഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഇമ്പാക്റ്റ് ഓഫ് അൺസർട്ടനിറ്റി ഇൻ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡെസിഷൻ. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ എടുക്കുന്ന സമയത്ത് അൺസർട്ടനിറ്റീനെ എത്രത്തോളം ഇമ്പാക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്, സ്വാധീനിക്കപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് എങ്ങനെ കാണപ്പെടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. ഇതിൽ പ്രധാനമായിട്ടും റണ്ണിങ് സിമുലേഷൻസ് ടു ജനറേറ്റ് എ റേഞ്ച് ഓഫ് പോസിബിൾ ഔട്ട്കംസ്. നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള പല റേഞ്ചിലുള്ള ഒരുപാട് പോസിബിൾ ആയിട്ടുള്ള ഔട്ട്കംസ് യൂസ് ചെയ്തുകൊണ്ട് ആ റാൻഡം സാമ്പിളിങ് ഇൻപുട്ട് വേരിയബിൾസിൽ റാൻഡം സാമ്പിളിങ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. ഇത് കുറച്ചുകൂടി നമ്മൾ പഠിച്ച മറ്റ് 2 ടെക്നിക്കിനെക്കാട്ടിലും കുറച്ചുകൂടി കോംപ്ലെക്സ് ടെക്നിക്കാണ്. ഇനി ഇത് നമ്മൾ ചെയ്യുന്നത് സാധാരണയായിട്ട് കമ്പ്യൂട്ടർ സിമുലേഷനാണ്. അതായത് സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടി തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെയും നമ്മൾ ചെയ്യുന്നത് എന്താണ്? അനലൈസ് ദ ഇമ്പാക്റ്റ്. അതായത് ഒന്നിലധികം വേരിയബിൾസ് ആണ് നമ്മുടെ ഒരു പ്രോജക്റ്റിൻ്റെ ഔട്ട്കമ്മിനെ ഡിറ്റർമിൻ ചെയ്യുന്നുണ്ടാവുക അല്ലേ? അപ്പോൾ അതിൽ ഏതൊക്കെ ഔട്ട്കം ആണ്, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഇമ്പാക്റ്റ് എന്നൊക്കെ ഒരുപാട് റേഞ്ചിൽ നമുക്ക് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ പോസിബിലിറ്റീസ് ഏതൊക്കെ തരത്തിൽ ഔട്ട്കംസ് ഉണ്ടാവാം എന്നുള്ളതൊക്കെ നമ്മൾ ഈ ഒരു കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടിയിട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ തന്നെയാണ് മോണ്ടി കാർലോ സിമുലേഷൻ എന്ന് പറയുന്നത്. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു ടെക്നിക്കും ഇത് തന്നെയാണ് അൺസർട്ടനിറ്റി മോഡലിങ്ങിൽ. ആൻഡ് ഇത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? വേരിയബിലിറ്റിയും റിസ്ക്കും കൃത്യമായിട്ട് എക്സാമിൻ ചെയ്യുക. എങ്ങനെ? ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് ദാറ്റ് അഫക്റ്റ് പ്രോഫിറ്റബിലിറ്റി ആൻഡ് ഫീസിബിലിറ്റി ഓഫ് എ പ്രോജക്റ്റ്. ഒരു പ്രോജക്റ്റിൻ്റെ സാധ്യത നോക്കുന്നതിലും അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി നോക്കുന്നതിലും ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് എങ്ങനെ അതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്, അതായത് റിസ്ക്കും വേരിയബിലിറ്റിയും ഒക്കെ കൃത്യമായിട്ട് എക്സാമിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണിത്. അപ്പോൾ ഇതിൽ നമ്മൾ ഇത്രമാത്രം പഠിച്ചാൽ മതിയാവും. ആകെ 3 മാർക്കിന് മോണ്ടി കാർലോ സിമുലേഷൻ എന്താണ് ചോദിച്ചാൽ എഴുതേണ്ട കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റൻ ആണ് 6 മാർക്കിൻ്റെ ഒക്കെ ആയിട്ട്. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് മോണ്ടി കാർലോ സിമുലേഷൻ? നോട്ട് ചെയ്യുക, ഇത് മറ്റുള്ള 2നെക്കാട്ടിലും കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. മറ്റ് 2 ട്രഡീഷണൽ അപ്രോച്ചിനെക്കാട്ടിലും കുറച്ചും കൂടി യാഥാർത്ഥ്യമായിട്ടുള്ള അല്ലെങ്കിൽ യാഥാസ്ഥിതമായിട്ടുള്ള ഒരു പോയിൻ്റാണ്. ആൻഡ് ഇത് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ കമ്പനിക്ക് നല്ല രീതിയിൽ തന്നെ ഓരോ വേരിയബിൾസിനെയും എങ്ങനെയാണ് അവർ വാല്യൂ ചെയ്യുന്നത്, അതിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെയാണെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ആൻഡ് അതേപോലെ തന്നെ പൊട്ടൻഷ്യൽ സിനാരിയോസ് ഏതാണ് ദാറ്റ് മെ നോട്ട് ഹാവ് ബീൻ കൺസിഡർഡ് അതർവൈസ്. ചിലപ്പോൾ നമ്മൾ ചില സിനാരിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ അങ്ങനെ വല്ലതും എടുക്കാത്തൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് ഏതാണെന്നുള്ള ഹൈലൈറ്റ് ചെയ്യാനൊക്കെ പറ്റും. ആൻഡ് ഇങ്ങനെ ഒരു കാര്യം നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇൻവെസ്റ്റേഴ്സിനൊക്കെ കുറച്ചും കൂടി ഡിസിഷൻസ്, ഇൻഫോംഡ് ഡിസിഷൻസ് കിട്ടാനുള്ള സാധ്യത അവിടെ കൂടുതലാണെന്നുള്ളതാണ് പറയുന്നത്. ഇനി ഈ ഒരു സിമുലേഷൻ്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്, കാരണം ഇങ്ങനെയൊക്കെ ഓരോ കീ വേരിയബിളിനെ എടുക്കുക, സിമുലേഷനിൽ ഉൾപ്പെടുത്തുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു ടാസ്ക്കാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ റിസൾട്ടൊക്കെ എന്ത് ചെയ്യുക, മിസ്ലീഡ് ചെയ്ത് പോകാനുള്ള സാധ്യത ഉണ്ട്. മിസ്ലീഡ് ചെയ്ത് പോകുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ എടുക്കുന്ന വേരിയബിൾസ് അത്രത്തോളം ചിലപ്പം പ്രാധാന്യമുള്ളതായിരിക്കില്ല, അല്ലെങ്കിൽ തെറ്റായ വേരിയബിൾസ് എടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ എടുക്കുന്ന ആ റേഞ്ച് എന്ന് പറയുന്നത് ഒരുപാട് നാരോ ആയി പോവാം. അങ്ങനെയൊക്കെ വരുമ്പോൾ കിട്ടുന്ന ഉത്തരങ്ങൾ കൊണ്ട് നമ്മൾ മിസ്ലീഡ് ആവാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്തു പോവാന്ന് പറയുമ്പോൾ ഒരുപാട് സമയം എടുക്കാറുണ്ട്. അതുപോലെ വളരെ എക്സ്പെൻസീവാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ. പ്രത്യേകിച്ച് ലിമിറ്റഡ് റിസോഴ്സ് ഉള്ള കമ്പനീസ് ഒക്കെ ആണെങ്കിൽ അവരുടെ കയ്യിൽ ഒരുപാടൊന്നും ചിലവാക്കാൻ ഉണ്ടാവില്ലായിരിക്കാം. അങ്ങനെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ മുന്നോട്ട് പോകുന്ന കമ്പനിയെ സംബന്ധിച്ചോളമൊക്കെ ഈ ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ടൈം കൺസ്യൂമിങ് ആയിരിക്കും. അതേപോലെ തന്നെ വളരെ എക്സ്പെൻസീവ് ആയിരിക്കും ഇതിന് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. 4ാമത്തെ പോയിന്റിൽ പറയുന്നത് ഇറ്റ് ഈസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ദ ക്വാളിറ്റി ആൻഡ് വാലിഡിറ്റി ഓഫ് ദ മോഡൽ ആൻഡ് ദ സിമുലേഷൻ ടെക്നിക് യൂസ്ഡ് ഫോർ ദ പ്രോജക്റ്റ്. ഇനി ഇതെങ്ങനെയാണെന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ദ ക്വാളിറ്റി ആൻഡ് വാലിഡിറ്റി ഓഫ് ദ മോഡൽ. നമ്മൾ ഏത് മോഡൽ സെലക്ട് ചെയ്യുന്നു അതിൻ്റെ
ക്വാളിറ്റീനെയും വാലിഡിറ്റിനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഇതിൽ പറയാനുള്ള വേറൊരു ഡിമെറിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മോണ്ടി കാർലോ സിമുലേഷൻ എന്താണ് എന്നുള്ളതും അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജസും നിർബന്ധമായിട്ടൊന്ന് പഠിക്കുക. ഇനി ഈ ഒരു സിമുലേഷൻ ടെക്നിക്ക് ചെയ്യണമെങ്കിൽ അവിടെ കുറച്ച് സ്റ്റെപ്സ് പറയുന്നുണ്ട്. അതിൽ ആദ്യത്തെ സ്റ്റെപ്പാണ് ഡിഫൈൻ ദ പ്രോബ്ലം. കറക്റ്റ് ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം ഏതാണ്, നമ്മുടെ കയ്യിലുള്ള പ്രശ്നം എന്താണ്, എത്രയാണ് നമ്മുടെ കയ്യിലുള്ള ഫണ്ട്, ഏത് പ്രോജക്റ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, അതിൻ്റെ ക്യാപിറ്റൽ ഇവാലുവേഷൻ ഒക്കെ എങ്ങനെ അനലൈസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ആദ്യം അതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോജക്റ്റ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ വേരിയബിൾസ് ഉണ്ട്, അതായത് വേരിയബിൾ എന്ന് പറയുന്നത് എത്ര രൂപയുടെ പ്രൊജക്റ്റ് ആണ്, ഇത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ എത്ര രൂപ ഇങ്ങോട്ട് കിട്ടും, ഡിസ്കൗണ്ട് റേറ്റ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. ആൻഡ് രണ്ടാമത് നമ്മൾ അതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതായത് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഓരോ ഡിസ്ട്രിബ്യൂഷനും പലതരത്തിലുള്ള ഔട്ട്കം ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ നോക്കുന്ന മോണ്ടി കാർലോ സിമുലേഷനിൽ പ്രധാനം നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണോ, യൂണിഫോം ആണോ, ട്രയാങ്കുലർ ഡിസ്ട്രിബ്യൂഷൻ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ പറയുന്നുണ്ടാവുക. മൂന്നാമത്തേത് റാൻഡം നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യുക. റാൻഡം നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റാൻഡം നമ്പേഴ്സിൽ നിന്നാണ് നമ്മൾ ഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ള പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് അതെന്താ വെച്ചാൽ നിങ്ങൾ ഈ തിയറി പറയുന്ന സമയത്ത് എത്രത്തോളം നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടാവും എന്നറിയില്ല, കാരണം ഒരു പുതിയൊരു ടോപ്പിക് ആയതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്നും ആലോചിച്ച് ടെൻഷൻ ആവണ്ട, ജസ്റ്റ് ഇതുള്ള പോലെ ഒന്ന് പഠിച്ച് എഴുതുക എന്ന് മാത്രമേ ഉള്ളൂ. പ്രോബ്ലത്തിലേക്ക് വരുമ്പോൾ നമുക്കത് മനസ്സിലാവും എന്താണ് ഇവിടെ പറഞ്ഞ കാര്യം. നമ്മൾ ആദ്യം പറഞ്ഞു പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യണം, അതിനുശേഷം അത് ഡിസ്ട്രിബ്യൂഷൻ ഐഡൻറ്റിഫൈ ചെയ്യണം, അതിനുശേഷം റാൻഡം നമ്പേഴ്സ് സെലക്ട് ചെയ്യണം, പിന്നെ അതിൻ്റെ പെർഫോം കാൽക്കുലേഷൻസ് ആണ്. ആ കൃത്യമായ റാൻഡം നമ്പേഴ്സ് ജനറേറ്റ് ചെയ്തതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ആ കാൽക്കുലേഷൻ കൂടിയാണ് എന്താണോ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന മോഡൽ അതിൻ്റെ കാൽക്കുലേഷൻസ് കൂടി പെർഫോം ചെയ്യാം. അതായത് പ്രധാനമായിട്ടും ഇതിൻ്റെ ഇൻപുട്സ് ടു ദ മോഡൽ ആൻഡ് കാൽക്കുലേറ്റ് കറസ്പോണ്ടിങ് ഔട്ട്പുട്ട്സ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുന്നുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊജക്റ്റ് ഇവാലുവേഷൻ NPV ഓഫ് ഈച്ച് സിമുലേഷൻ ക്യാൻ ബി കാൽക്കുലേറ്റഡ്. ഇതെല്ലാം നമ്മൾ ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പുകളെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അതിനുശേഷം റിസൾട്ടിനെ അനലൈസ് ചെയ്യുന്നു. അനലൈസ് ചെയ്യാൻ വേണ്ടി സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യുന്നുണ്ട്, മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും പെർസെൻറ്റൈൽസും അങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം കൃത്യമായിട്ട് നമുക്ക് വേണമെങ്കിൽ വിഷ്വലൈസ് ചെയ്തിട്ടും ഇതിനെ ചെയ്യാം. അതായത് ഹിസ്റ്റോഗ്രാംസ് വരച്ചിട്ടോ ക്യുമുലേറ്റീവ് പ്രോബബിലിറ്റി പ്ലോട്ട് ചെയ്തിട്ടോ ഒക്കെ നമുക്ക് അങ്ങനെ 2-3 തരത്തിൽ ഇത് അനലൈസ് ചെയ്തെടുക്കാൻ പറ്റും. അത് അനലൈസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു കൺക്ലൂഷനിൽ എത്താൻ പറ്റുക എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഈ പ്രൊജക്റ്റ് വേണോ വേണ്ടതെന്നൊക്കെ നമുക്ക് അവിടെ തീരുമാനിക്കുക എന്നുള്ളതാണ് പറയുന്നത്. കാരണം ആ പ്രോബബിലിറ്റി അസസ് ചെയ്ത് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ടാർഗറ്റുകൾ ഉണ്ടോ, അതേപോലെ പൊട്ടൻഷ്യൽ റിസ്ക് ഉണ്ടോ, ആൻഡ് മേക്കിംഗ് ഇൻഫോംഡ് ഡിസിഷൻസ് ആയിരിക്കും. ഇതൊക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഡിസിഷൻ ആയിരിക്കും ഇവിടെ നമ്മൾ എടുക്കുന്നുണ്ടാവുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു 6 മാർക്കിന് വേണമെങ്കിൽ നമുക്ക് ആ ലെവലിൽ നിന്ന് പഠിക്കാൻ പറ്റും. എന്താണ് ഇതിൻ്റെ സ്റ്റെപ്പുകൾ, മോണ്ടി കാർലോ സിമുലേഷനിൽ വരുന്ന സ്റ്റെപ്പുകളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു മോണ്ടി കാർലോ സിമുലേഷൻ എന്താണെന്നുള്ളതും മെറിറ്റും ഡിമെറിറ്റും ഇതിൻ്റെ സ്റ്റെപ്പും പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ ഈ പറഞ്ഞ സ്റ്റെപ്പിനെ പ്രാവർത്തികമാക്കാൻ പോവുകയാണ്. ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇവിടെ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. എ കമ്പനി ഈസ് കൺസിഡറിങ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ എ ന്യൂ പ്രോജക്റ്റ് വിത്ത് ദ ഫോളോയിങ് അസംഷൻ. കമ്പനി ഒരു പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. 1 ലക്ഷം രൂപയാണ് ഇനീഷ്യലി അത് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്. 5 വർഷത്തെയാണ് പ്രൊജക്റ്റ് ഉള്ളത്. ആൻഡ് ഡിസ്കൗണ്ട് റേറ്റ് പറയുന്നത് 10%. അതിൽ ക്യാഷ് ഫ്ലോ ഉണ്ടാകും. 5 വർഷമാണെന്ന് പറഞ്ഞല്ലോ, അവിടെ കിട്ടുന്ന ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് അവർ റേഞ്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് 15,000 മുതൽ 30,000 രൂപ വരെയാണ്. അപ്പോൾ നമ്മളോട് കൃത്യമായിട്ട് എത്രയാണെന്ന് പറയുന്നില്ല. വരുന്ന 5 വർഷങ്ങളിൽ നിങ്ങൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വരുന്ന 5 വർഷങ്ങളിൽ ഏകദേശം 15,000 മുതൽ 30,000 രൂപ വരേക്ക് ക്യാഷ് ഫ്ലോ ഉണ്ടാവാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമ്മളോട് എത്ര സിമുലേഷൻസാണ് ചെയ്യാൻ പറയുന്നത്? 3 സിമുലേഷൻ എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം നമ്മൾ ഇതിൻ്റെ സൊല്യൂഷൻ എന്നുള്ളത് പറയാം. ദ ഗോൾ ഈസ് ടു എസ്റ്റിമേറ്റ് ദ നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ദ പ്രൊജക്ട് യൂസിങ് മോണ്ടി കാർലോ സിമുലേഷൻ. അപ്പോൾ ഇവിടെ നമ്മുടെ ലക്ഷ്യം എന്താ? മോണ്ടി കാർലോ സിമുലേഷൻ യൂസ് ചെയ്ത് ഈ പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്യണം. അപ്പോൾ ഇവിടെ എല്ലാ കാര്യവും കൃത്യമായിട്ട് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ആനുവൽ ക്യാഷ് ഫ്ലോ എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ നമ്പർ ഓഫ് സിമുലേഷൻ എന്ന് പറയുന്നത് 3 ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ അപ്പോൾ പ്രോബ്ലം എന്താണെന്നുള്ളത് നോക്കിക്കഴിഞ്ഞു. ടു സിമുലേറ്റ് ദിസ് സിനാരിയോ വി വിൽ ജനറേറ്റ് റാൻഡം ക്യാഷ് ഫ്ലോ ഫോർ ഈച്ച് ഇയർ വിതിൻ ദ റേഞ്ച് ഓഫ് 15,000 to 30,000. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഓരോ വർഷവും കിട്ടുന്ന ക്യാഷ് ഫ്ലോയിൽ എത്രയാണെന്ന് വ്യക്തമായി പറഞ്ഞിട്ടില്ല. പകരം എന്തേ പറഞ്ഞിട്ടുള്ളൂ ഇവിടെ 15,000 മുതൽ 30,000 രൂപ വരെ ഈ 5 വർഷങ്ങളിൽ നിങ്ങൾക്ക് കിട്ടാവുന്നതാണ് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളോട് 3 സിമുലേഷൻ മോഡൽ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ NPVയുടെ ഇക്വേഷൻ എടുത്തു. നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ CT/1 + R² (n - I0).
അതൊക്കെ നമ്മൾ മുന്നേ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് സി ടി പറഞ്ഞാൽ ക്യാഷ് ഫ്ലോ, ഇവിടെ 1 പ്ലസ് റേറ്റ് എന്ന് പറയുന്ന കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് റേറ്റ്, പിന്നെ വരുന്നത് മൈനസ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആണ് വരുന്നത്. ഇനി റൺ സിമുലേഷൻ എന്ന് പറഞ്ഞിട്ടൊരു വേർഡ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റെപ്പിൽ. അപ്പോൾ സിമുലേഷൻസ് റൺ ചെയ്യുക എന്ന് പറയുമ്പം ഇവിടെ നമുക്ക് തന്ന റേഞ്ച് എത്രയാണ്? 15,000 മുതൽ 30,000 വരേക്കുള്ള ആ ഒരു റേഞ്ച് എങ്ങനെ കോമ്പിനേഷനിൽ എടുക്കാവുന്നതാണ്. അപ്പോൾ സിമുലേഷൻ ആദ്യത്തെ മെത്തേഡ് പറയുകയാണ് റാൻഡം ആനുവൽ ക്യാഷ് ഫ്ലോ. 20,000, 22,000, 25,000, 18,000, 21,000 ഇത് ഒരു തരത്തിലുള്ള സിമുലേഷൻ. ഓക്കെ, ഇതിപ്പോൾ എമൗണ്ട് എവിടുന്ന ഇങ്ങനെ എടുത്ത് ചോദിച്ചാൽ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് എടുത്ത എമൗണ്ട് ആണ്. അപ്പോൾ ഇവിടെ ഒരു റേഞ്ച് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. 15 to 30 പറയുമ്പം വെറുതെ ഒരു 5 വർഷത്തേക്ക് 5 എമൗണ്ട് നമ്മളിവിടെ കൊടുത്തു. രണ്ടാമത് നമ്മൾ കൊടുക്കുന്ന സിമുലേഷൻ എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ 15ൻ്റെയും 15ൻ്റെയും 30ൻ്റെ ഇടയിൽ പറഞ്ഞപ്പോൾ വീണ്ടും അടുത്തൊരു സിമുലേഷൻ ക്രിയേറ്റ് ചെയ്തു. വീണ്ടും ഞാൻ പറയുകയാണ്, ഇതൊക്കെ നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കുന്ന ഫിഗേഴ്സ് ആണ്. സിമുലേഷൻ 3 പറയുന്നത് വീണ്ടും 15 മുതൽ 30 വരെ കൊടുക്കാവുന്ന അടുത്തൊരു അതിൽ 15, 18, 16, 20, 17 ആ റേഞ്ചിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 3 എണ്ണവും സിമുലേഷൻ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഓരോ സിമുലേഷനിലെയും എമൗണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം, ആദ്യത്തെ വർഷത്തെ എമൗണ്ട് എത്ര? 20,000. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? 10% അല്ലേ ഡിസ്കൗണ്ട് റേറ്റ് പറഞ്ഞത്. അപ്പോൾ പ്രസന്റ് വാല്യൂ ടേബിൾ എടുത്തിട്ട്, അതായത് ടേബിൾ 1 എടുത്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ 10%ൻ്റെ വാല്യൂ നമുക്ക് അറിയാൻ പറ്റും. ഇതാണ് നമ്മുടെ പ്രസന്റ് വാല്യൂ 1 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇതെന്ന് പറഞ്ഞ ഡിസ്കൗണ്ട് റേറ്റ് 10% അപ്പോൾ 5 വർഷത്തെയല്ലേ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ വർഷത്തെ അങ്ങനെ കണ്ടിട്ടുണ്ട്, രണ്ടാമത്തെ അങ്ങനെ വരും, 3, 4, 5 വരയ്ക്കുള്ള പോയിന്റുകൾ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. ഇതന്നെയാണോ നമുക്ക് കിട്ടിയെന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് പ്രകാരം ആദ്യത്തെ വർഷത്തെ ക്യാഷ് ഫ്ലോ നമ്മൾ പറഞ്ഞത് എത്രയാണ്? 20,000 ആണ്. അപ്പോൾ 20,000 ഇൻറ്റു 0.909 അതിനോടുകൂടി അടുത്ത വർഷത്തെ കൂട്ടുക. അടുത്ത വർഷത്തെ 22,000 ആണ്. രണ്ടാമത്തെ വർഷത്തെ ടേബിളിലുള്ള വാല്യൂ ആണ് ഈ തന്നിരിക്കുന്നത്. മൂന്നാമത്തെ വർഷത്തെ എമൗണ്ട് എടുത്തു 25,000. വീണ്ടും മൂന്നാമത്തെ വർഷത്തെ 10% എത്രയാണ് നോക്കാം? 4, അങ്ങനെ 5. അപ്പോൾ ടോട്ടൽ ഈ 5 വർഷം ഇങ്ങനെ ചെയ്ത് കിട്ടുന്നതിന് നമ്മൾ ആഡ് ചെയ്തതിന് ശേഷം 1 lakh അല്ലേ ഇൻവെസ്റ്റ്മെൻറ്റ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു കിട്ടുന്ന എമൗണ്ടിൽ നിന്ന് 1 lakh ലെസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് -19,538 ആണ് കിട്ടുന്നത്. രണ്ടാമത്തെ സിമുലേഷൻ എടുക്കുക. രണ്ടാമത്തെ പറയുമ്പോൾ നമ്മൾ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ പോവുകയാണ്. 28,000, 27,000. അപ്പോൾ ആ 28,000നെ വീണ്ടും നമ്മൾ ഈ വാല്യൂ കൊണ്ട് ഇൻറ്റു ചെയ്തു ഒന്നാമത്തെ വർഷം. അത് ചേഞ്ച് ആവുന്നില്ലല്ലോ, 10% തന്നെയല്ലേ. പിന്നെ രണ്ടാമത്തെ വർഷം എടുത്തു, അതിൻ്റെ ഈ വാല്യൂ കൊണ്ട് മൂന്നാമത്തെ വർഷത്തെ ക്യാഷ് ഫ്ലോ എടുത്തു, അതിന് ഈ വാല്യൂ കൊണ്ട് നാലാമത്തെ വർഷം എടുത്തു 23,000, അങ്ങനെ 30,000. ഓരോ വർഷത്തെയും ആ ഒരു പെർസെൻറ്റേജ് വെച്ച് നമ്മൾ ചെയ്ത് കിട്ടിയതിന് ശേഷം ഇവിടെ നമ്മൾ -1 lakh കാണിച്ചിട്ടില്ല പറഞ്ഞാൽ ഇക്വേഷൻ അത് തന്നെയാണ്, അത് അണ്ടർസ്റ്റുഡ് ആണ്, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നമ്മൾ ഈ 5 വർഷത്തെയും ഇൻറ്റു ചെയ്തതിന് ശേഷം തമ്മിൽ കൂട്ടിയതിൽ നിന്ന് 1 lakh ലെസ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയത് ഒരു പോസിറ്റീവ് ഫിഗർ ആണ്, 117 എന്ന് കിട്ടിയിട്ടുണ്ട്. സിമുലേഷൻ 3ലേക്ക് പോകുമ്പം 3യിലത്തെ ഇതേപോലെ ക്യാഷ് ഫ്ലോ എല്ലാം എഴുതുക, അതിനൊക്കെ ഈ റേറ്റ് കൊണ്ട് ഇൻറ്റു ചെയ്തിട്ട് ലാസ്റ്റ് മൈനസ് ചെയ്യുക 1 lakh അതിൽ നിന്ന്. അപ്പോൾ 35,264 കിട്ടി. അപ്പോൾ നമ്മൾ 3 സിമുലേഷൻ പ്രിപ്പയർ ചെയ്തു, 3ൻ്റെ ഉത്തരവും നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, ഇനി ആ റിസൾട്ടുകളെ വീണ്ടും ഒന്ന് എടുത്ത് എഴുതിയിട്ടുണ്ട്. സിമുലേഷൻ നടത്തിയപ്പോൾ കിട്ടിയ റിസൾട്ടാണ് ഒന്നാമത്തെ സിമുലേഷൻ ഇത്, രണ്ടാമത്തേത് ഇത്, മൂന്നാമത്തെ ഇത്. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടാണെന്ന് വിചാരിക്കണം. ഇനി നമ്മൾ ചെയ്യുന്നത് ആ റിസൾട്ടിനെ ഒന്ന് അനലൈസ് ചെയ്യണം. അപ്പം 3 എണ്ണം നമുക്ക് കിട്ടിയല്ലോ, അനലൈസ് ചെയ്തപ്പം ആദ്യത്തെ സിമുലേഷനിൽ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്തത്? ആദ്യത്തെ സിമുലേഷനിലും മൂന്നാമത്തെ സിമുലേഷനിലും നമുക്ക് നെഗറ്റീവ് NPV ആണ് അവിടെ കിട്ടിയത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഈ 2 സിമുലേഷൻ എടുക്കുകയാണെങ്കിലും ഈ ഒരു പ്രൊജക്റ്റ് ലോസിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട്. നേരെ മറിച്ച് രണ്ടാമത്തെ സിമുലേഷനിൽ നമുക്ക് കിട്ടിയത് ഒരു പോസിറ്റീവ് ഫിഗർ ആണ്, പക്ഷെ ഒരു സ്മോൾ പോസിറ്റീവ് ആണ് കിട്ടിയത്, വലിയൊരു എമൗണ്ട് ഒന്നല്ല. കാരണം ഇവിടെ തന്നിട്ടുണ്ടല്ലോ +117 തന്നിട്ടുണ്ട്, ബാക്കി 2 നെഗറ്റീവ് ഫിഗർ ആയിരുന്നു. അപ്പോൾ അവിടെ ഒരു ചെറിയ പോസിറ്റീവ് കണ്ടതുകൊണ്ട് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഈ പ്രൊജക്റ്റ് ഒരു നമ്മൾ പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ ബ്രേക്ക് ഈവൺ എങ്കിലും അത് അഡ്ജസ്റ്റ് ചെയ്ത് പോവും, അല്ലെങ്കിൽ ഒരു ചെറിയ രീതിയിലൊരു പ്രോഫിറ്റ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ഈ റിസൾട്ട്സ് എന്ന് പറയുന്നത് എങ്ങനെ നമ്മൾ കണ്ടെത്തിയത്? നമ്മൾ കുറച്ച് സിമുലേഷൻസ് എടുത്തിട്ട് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഒരു ടിപ്പിക്കൽ മോണ്ടി കാർലോ അനാലിസിസിൽ എപ്പോഴും അത് ചെയ്യുന്നത് ഇൻവോൾവ് റണ്ണിങ് മെനി മോർ സിമുലേഷൻ. അത് വേണമെങ്കിൽ ഏകദേശം 1000, 10,000 ഒക്കെ സിമുലേഷൻസ് അവിടെ വരാം.
ടു ഒബ്റ്റെയിൻ എ മോർ റിലയബിൾ എസ്റ്റിമേറ്റ്. എന്തിനാ അങ്ങനെ കുറേ എണ്ണം വെച്ച് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ട് എന്ത് ഔട്ട്കം കിട്ടും എന്നുള്ളതും അതിൻ്റെ റിസ്ക് എങ്ങനെയാണെന്നൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പക്ഷേ ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പം നമ്മൾ ഈ ചെയ്ത കണക്കിൽ തന്നെ നമ്മളോട് പറഞ്ഞ റേഞ്ച് എത്രയായിരുന്നു? 15,000 മുതൽ 30,000 വരെ എന്ന് പറഞ്ഞിട്ടുണ്ട് 5 വർഷത്തേക്ക്. അപ്പോൾ ആ ഒരു 15,000 മുതൽ 30,000 വരെയുള്ള ഇഷ്ടമുള്ള എമൗണ്ട് 5 വർഷം 5 വർഷം സെറ്റ് ചെയ്തിട്ട് എത്രത്തോളം നമുക്ക് ആ ഒരു റേഞ്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ പക്ഷേ അത് നമ്മൾ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് പണിയുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ എന്ത് പറയുന്നത്, ഇവിടെ ഇതെല്ലാം സാധ്യമാവണമെങ്കിൽ ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുക എന്നുള്ളത്, അതായത് കമ്പ്യൂട്ടറിൻ്റെ ഹെൽപ്പോട് കൂടി മാത്രമാണ് ഈ ഒരു മെത്തേഡ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ക്യാഷ് ഫ്ലോസ് അസ്യൂം ചെയ്യുന്ന വിത്തൗട്ട് യൂസിങ് റാൻഡം നമ്പേഴ്സ് യൂസ് ചെയ്യാതെ ആ ഒരു റാൻഡം ക്യാഷ് ഫ്ലോ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പ്രോബ്ലം കിട്ടിയപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഒന്നുമില്ല, വളരെ ഈസിയാണ് കേട്ടോ. ശരിക്കും ഈ ഒരു പ്രോബ്ലം പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വേഷനൊക്കെ സെയിം തന്നെയാണ്. ഇവിടെ നമുക്ക് റേഞ്ച് തരുമ്പം എത്ര സിമുലേഷൻ വേണമെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു സിമുലേഷൻ അത്ര എണ്ണം നമുക്ക് ഇഷ്ടമുള്ള നമ്പേഴ്സ് വെച്ച് ചെയ്യാവുന്നതാണ്. ഇൻറ്റു ചെയ്യുമ്പം ആ പെർസെൻറ്റേജ് നോക്കുക, പ്രസൻറ്റ് വാല്യൂ ടേബിൾ 1 നോക്കുക, എന്നിട്ട് ഇൻറ്റു ചെയ്തതിന് ശേഷം എല്ലാം കൂടി ടോട്ടൽ ചെയ്തിട്ട് അതിൽ നിന്ന് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കുറയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി എന്നുള്ളതാണ് നോക്കണം. കിട്ടിയതിൽ പോസിറ്റീവ് ഉണ്ടെങ്കിൽ എന്തായാലും ആക്സെപ്റ്റ് ചെയ്യുക ധൈര്യമായിട്ട്. നെഗറ്റീവ് ഫിഗർ ആകുമ്പോൾ അവിടെ ഒരു നല്ലൊരു ലോസിനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈ ഒരു ചാപ്റ്ററും കൂടിയിട്ട് ഇന്ന് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ലാസ്റ്റ് ഒരു ചാപ്റ്ററും കൂടിയേ ഉള്ളൂ, ഡിവിഡൻഡ്. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീഡിയോ ചെയ്യാം. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ എന്തായാലും മാക്സിമം എക്സാം ആകുമ്പോഴേക്കും എന്തായാലും നമ്മുടെ തീരുന്നു വിചാരിക്കണം. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ, അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ആരും വറി ചെയ്യണ്ട. പക്ഷേ ഓരോ ടോപ്പിക്കിലും ഞാൻ പറഞ്ഞിരിക്കുന്ന പോയിന്റുകൾ എന്തായാലും നിർബന്ധമായിട്ട് പഠിക്കുക. എന്നാൽ മാത്രമേ നല്ലൊരു മാർക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. വല്ലാതെ പ്രോബ്ലം ചോദിച്ചിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനുള്ള സാധ്യത കുറവാണെന്നാണ് വിചാരിക്കുന്നത് ഫസ്റ്റ് സെമ്മിനെ കമ്പയർ ചെയ്തുകൊണ്ട്. പക്ഷേ ഒന്നും പരമാവധി പറ്റാവുന്ന അത്രയും നിങ്ങൾ പഠിച്ചു പോയി എക്സാം എഴുതാം കേട്ടോ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈ ഒരു 5ാമത്തെ ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മോണ്ടി കാർലോ സിമുലേഷൻ എന്താണെന്ന് കൃത്യമായിട്ട് ഇത്ര എഴുതിയാൽ മതി. ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൽ റിസ്ക് അനലൈസ് ചെയ്യാൻ കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ യൂസ് ചെയ്യുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ടെക്നിക്കാണ് മോണ്ടി കാർലോ സിമുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആ സ്റ്റെപ്പ് ഒരു 6 പോയിന്റ് ആയിട്ട് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ പ്രോബ്ലം ചെയ്തപ്പോൾ കൂടി ചെയ്തപ്പോൾ നിങ്ങൾക്ക് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. തിയററ്റിക്കലി മാത്രം പറഞ്ഞു പോയപ്പോൾ നമുക്ക് ചിലപ്പോൾ അത്ര കിട്ടിക്കൊള്ളുന്നില്ല നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെന്നുള്ളത്. പക്ഷേ പ്രോബ്ലം എടുത്ത് ചെയ്തപ്പം നമുക്ക് ആ സ്റ്റെപ്പുകൾ വളരെ കൃത്യമായിട്ട് തന്നെ അവിടെ മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വേണം കരുതാൻ വേണ്ടിയിട്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക്